നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ പലതരത്തിലുള്ള അസുഖങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തസംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചിലത് കാണാം. ഉദാഹരണത്തിന് നമ്മുടെ രക്തത്തിൽ ചിലർ അനീമിക്കായിട്ട് കാണാറുണ്ട്, ചിലർക്ക് രക്തക്കുറവ്, വിളർച്ച. മറ്റൊന്ന്, രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടിയിട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. രക്താർബുദം വേറൊരു ഗൗരവമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ രക്തസംബന്ധമായിട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവയ്ക്കുള്ള പരിഹാരങ്ങളൊക്കെയാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ കൺസൾട്ടൻറ്റ് ഹെമറ്റോ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ ശ്രീരാജ് വി. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം ഈ രക്തസംബന്ധമായ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്നത് ഈ അനീമിയ അല്ലെങ്കിൽ രക്താർബുദം ഒക്കെയാണ്. പൊതുവായിട്ട് എന്തെല്ലാം അസുഖങ്ങളാണ് കാണുന്നത്? പൊതുവായിട്ട് ഹെമറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ പ്രധാനമായിട്ട് 3 തരം ഘടകങ്ങളുണ്ട്. ഇപ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്ന വെളുത്ത രക്താണുക്കളുണ്ട്, ചുവന്ന രക്താണുക്കൾ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്ന ചുവന്ന രക്താണുക്കളുണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ബോൺ മാരോ എന്ന് പറയുന്ന മജ്ജയിലാണ്. എല്ലിൻ്റെ ഇടുപ്പെല്ല്, അങ്ങനെ നട്ടെല്ല്, അങ്ങനെയുള്ള ബോൺ മാരോയുടെ ഉള്ളിലുള്ള അവിടെ നിന്നാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ രക്തകോശങ്ങളുടെ അളവ് കൂടുന്നതും കുറയുന്നതുമായിട്ടുള്ള അസുഖങ്ങൾ, പിന്നെ ബോൺ മാരയിലുള്ള പ്രൊഡക്ഷൻ്റെ അസുഖങ്ങൾ, പിന്നെ ഇതിൻ്റെ ലിംഫ് നോഡ് എന്ന് പറയുന്ന ശരീരത്തിലെ കഴലകളിലാണ് ഇതിലെ ഒരു സ്റ്റോറേജ് മാതിരി അതിൻ്റെ ഒരു ഫങ്ഷൻ. ലിംഫ് നോട്ട്സാണ് ഇതിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ അസുഖങ്ങൾ അതൊക്കെയാണ് പ്രധാനമായിട്ടും ഹെമറ്റോളജിയിൽ വരുന്നത്. ഓക്കെ. സാധാരണ ഈ അനീമിയ കാണുന്നുണ്ട്. അപ്പോൾ വിളർച്ചയാണ് നമ്മൾ പ്രധാന കാരണമായിട്ട് പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് യഥാർത്ഥ കാരണം? വിളർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങൾ വിളർച്ചയ്ക്കുണ്ട്. അതായത് ഏറ്റവും സാധാരണ കോമൺ ആയിട്ട് കാണുന്നത്, നാട്ടിൽ കാണുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയ, അയണിൻ്റെ കുറവ് കൊണ്ടുള്ള വിളർച്ച. പിന്നെ അത് പ്രധാനമായിട്ടും ഈ വളരുന്ന പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ ഭക്ഷണത്തിലുള്ള ഇരുമ്പിൻ്റെ അംശം കുറയുന്നതുകൊണ്ടാവാം. കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞാൽ സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിൻ്റെ അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ ബ്ലീഡിങ്ങിൻ്റെ കൂടുതലുണ്ടാവാം. ആണുങ്ങളിൽ അങ്ങനെ അയൺ ഡെഫിഷ്യൻസി വരുന്നത് പ്രധാനമായിട്ടും ഈ വയറിൽ നിന്ന്, അതായത് കുടലിൽ നിന്നുള്ള ബ്ലീഡിങ് കൊണ്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ബ്ലീഡിങ്, അയൺ ഡെഫിഷ്യൻസി, വലിയ പ്രായമായിട്ടുള്ള ഒരാളിൽ അയൺ ഡെഫിഷ്യൻസി കാണുകയാണെങ്കിൽ നമ്മൾ ഈ കുടലിലുള്ള പുണ്ണ് അല്ലെങ്കിൽ കുടലിലുള്ള അർബുദം, അതെല്ലാം ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിൻ്റെ ബ്ലീഡിങ് ആവാം സാധ്യത. അതല്ല, അതിനപ്പുറത്തേക്കൊരു കാരണം കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ ഇതായിരിക്കും കാരണം. യൂഷ്വലി ഏതെങ്കിലും രീതിയിൽ ബ്ലഡ് നഷ്ടപ്പെട്ടാൽ മാത്രമേ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവാറുള്ളൂ പ്രായപൂർത്തിയുള്ള ആളുകളിൽ. ചെറിയ കുട്ടികളിലോ അല്ലെങ്കിൽ വളരെ ചെറിയ കുഞ്ഞുങ്ങളിലെല്ലാം ഭക്ഷണത്തിലുള്ള കുറവ് കൊണ്ട് കാണാൻ പറ്റും. ഇപ്പോൾ അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലഡിൻ്റെ കുറവ്, ഇങ്ങനെ വിളർച്ച കാണുന്ന ഒന്ന്. 2, ഈ രക്തത്തിൽ ചില ആവശ്യത്തിലധികം ഹീമോഗ്ലോബിൻ ഉണ്ടായാലുള്ളൊരു പ്രശ്നം, അതെന്താണെന്നൊന്ന് പറയുമോ ഡോക്ടർ? ഈ രക്തത്തിൽ ഹീമോഗ്ലോബിൻ അധികം ഉണ്ടാകുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പോളിസൈത്തീമിയ എന്നാണ് പറയുക. പോളിസൈത്തീമിയ എന്ന് വെച്ചാൽ ബ്ലഡ് കൂടുന്ന കണ്ടീഷൻ. അത് പ്രധാനമായിട്ടും നമുക്കതിനെ 2ആയിട്ട് തിരിക്കാം. ഒന്ന്, ബോൺ മാരോയിൽ ബ്ലഡ് സ്വയം ഉണ്ടാകുന്നത്, അതായത് ഒരു കൺട്രോൾ ഇല്ലാത്ത പ്രൊഡക്ഷൻ, ഈ ക്യാൻസറിൻ്റെ അതേ രീതിയിലുള്ള സ്വയം പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന കണ്ടീഷനെ നമ്മൾ പ്രൈമറി പോളിസൈത്തീമിയ എന്ന് വിളിക്കും. പിന്നെ പല കണ്ടീഷനുകളിലും ബോഡിയിൽ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ, ഹീമോഗ്ലോബിനിൽ ഉള്ള ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ ബോഡി അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബ്ലഡ് പ്രൊഡക്ഷൻ ചെയ്യും. അങ്ങനത്തെ കണ്ടീഷനെ സെക്കൻഡറി പോളിസൈത്തീമിയ എന്ന് വിളിക്കും. ഈ സെക്കൻഡറി പോളിസൈത്തീമിയാണ് ഏറ്റവും സാധാരണ കൂടുതലായിട്ട് കാണുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ശരീരത്തിലേക്ക് കുറയുന്ന അവസ്ഥ, അതായത് സ്മോക്കിംഗ്, ക്രോണിക്കായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ കുറയുന്ന കണ്ടീഷൻ, അതായത് ഒരുപാട് മലമുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖം, ഹൃദയ സംബന്ധമായ അസുഖം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള ആൾക്കാരിൽ കാണുന്ന ഓക്സിജൻ കുറയുന്ന കണ്ടീഷൻ വരുമ്പോൾ ബോഡി ഉണ്ടാക്കുന്നതിന് സെക്കൻഡറി പോളിസൈത്തീമിയ എന്ന് പറയും. പ്രൈമറി പോളിസൈത്തീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം ലോ ഗ്രേഡ് ക്യാൻസർ ആയിട്ടാണ് പറയുന്നത്. അത് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള കണ്ടീഷനെ പോളിസൈത്തീമിയ വീര എന്ന് പറയും. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം. മലപ്പുറം തിരൂരിന്നാണ്. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ സാർ. പറയൂ ഡോക്ടർ. പറഞ്ഞോളൂ. ചോദിച്ചോളൂ. ഹലോ, പറയൂ. സാറേ, ഞാൻ ഷുഗർ പേഷ്യന്റ്. ഞാൻ 16 വർഷമായിട്ട് ഷുഗറുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അതെ. ഇതിടയ്ക്ക് കാലിന് ചെറിയൊരു മുറിവ് പറ്റിയിട്ട് 2 വർഷമായിപ്പോ പിന്നെ സർജറി ചെയ്ത് 3 വിരല് കട്ട് ചെയ്ത് കാലുമെന്ന്.
അതിനിപ്പോ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ കാലിന് രക്തോട്ടമില്ല, കാലിന്റെ താഴത്തേക്ക് രക്തോട്ടമില്ല എന്നാ പറയുന്നത്. ഓക്കെ. അല്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് സർജറി ചെയ്തത്. അവിടുന്ന് ആൻജിയോഗ്രാം ചെയ്തപ്പോഴാണ് പറഞ്ഞത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന്. എന്നിട്ട് ആ ആൻജിയോഗ്രാം ചെയ്തതിന് ശേഷം ഡോക്ടർ പറയുന്നത് ഇത് മുറിവ് ഉണങ്ങിയതിന് ശേഷം ഇനിയിപ്പോൾ അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. 2 വർഷമായി, 12-ാം തീയതി വന്നാൽ 2 വർഷമായി മറ്റന്നകൾക്ക്. അപ്പൊ കാലിനൊരു മുറിക്ക് ഒരു ഭേദമില്ല, ഒന്നുമില്ല, നടക്കാനും കഴിയണില്ല. എന്താ ചെയ്യുക സാറ്? കാലിന് രക്തോട്ടമില്ല എന്നാണ്, മൊത്തം 2 കാലിന് രക്തോട്ടമില്ല എന്നാണ് പറയുന്നത്. താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി ഈ ചെയ്തു, രക്തക്കൊഴലുകളുള്ള അടവ് സംഭവിച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നത്. അത് ബ്ലഡിൻ്റെ പ്രശ്നത്തിനേക്കാളും കൂടുതലായിട്ട് രക്തക്കൊഴലുകളിൽ അടവ് സംഭവിക്കുന്നത് ഈ ഷുഗറുള്ള ആൾക്കാർ, സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിലെല്ലാം രക്തക്കൊഴലിൻ്റെ ഡാമേജ് വന്നിട്ട് രക്തക്കൊഴൽ ഇങ്ങനെ കുറേ കാലം കൂടിയിട്ട് അടഞ്ഞു പോകാറുണ്ട്. അതിനെയാണ് ഈ ആർട്ടീരിയൽ സ്റ്റെനോസിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷനാണ്. അതിനാണ് അദ്ദേഹം ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഡോക്ടറെ തന്നെ കണ്ട് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. പ്രൈമറി അതൊരു ഹെമറ്റോളജി, ബ്ലഡിൻ്റെ പ്രോബ്ലത്തിനേക്കാളും കൂടുതൽ ഈ മറ്റേ ജീവിതശൈലി രോഗങ്ങളും സ്മോക്കിംഗ് കൂടെയുള്ള ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടാണ് അത് ഉണ്ടാവാറ് കാണുന്നത് അല്ലേ. ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പ്രൈമറി പോളിസൈത്തീമിയയെ ഒരു ക്യാൻസർ അർബുദത്തിൻ്റെ ഒരു വിഭാഗത്തിലാണ് പെടുത്തുന്നതെന്ന്. അപ്പോൾ ലക്ഷണങ്ങൾ വ്യത്യസ്തമാണോ ഇതിന് രണ്ടിനും, പ്രൈമറി സെക്കൻഡറി? ഇല്ല, ഈ പ്രൈമറി പോളിസൈത്തീമിയയിലെ ഒരു വിഭാഗത്തിനെയാണ് പോളിസൈത്തീമിയ വീര എന്ന് പറയുന്നത്. ആ ഒരു കണ്ടീഷനാണ് ഒരു ക്രോണിക് മൈലോപൊരിഫേറ്റീവ് നിയോപ്ലാസം എന്ന് പറയുന്ന ഒരു ക്യാൻസറിൻ്റെ അണ്ടറിൽ വരുന്നത്. സാധാരണഗതിയിൽ അതിൽ രണ്ടിലും ലക്ഷണങ്ങളിൽ വ്യത്യാസമില്ല. ഹീമോഗ്ലോബിൻ കൂടുകയാണെങ്കിൽ നമ്മുടെ സംഭവിക്കാൻ പോകുന്നത്, രക്തത്തിലെ ഹീമോഗ്ലോബിൻ കൂടുമ്പോൾ 16.5 മേലെ കൂടുമ്പോൾ രക്തത്തിൻ്റെ ഒഴുക്ക് പതുക്കെയാവും. രക്തത്തിൻ്റെ ഒഴുക്ക് പതുക്കെയാവുമ്പോൾ രക്തം കട്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറുപ്രായത്തിൽ കാണുന്ന സ്ട്രോക്ക്, അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ കാണുന്ന ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ കാലിലേക്കുള്ള ബ്ലോക്ക്, അങ്ങനത്തെ ചെറുപ്രായത്തിൽ കാണുന്ന കണ്ടീഷനുകളിലെ ഒരു കാരണം ഈ ഹീമോഗ്ലോബിൻ കൂടുന്നതായിരിക്കാം. അത് രക്തധമനികളിൽ, ആർട്ടറിയിലും വെയിനിലും ബ്ലോക്ക് ഉണ്ടാവാം. അങ്ങനെ കാണുമ്പോൾ ഇത് ചെറുപ്പത്തിലാണെങ്കിൽ അത് ഹീമോഗ്ലോബിൻ കൂടുതലാണെങ്കിൽ അത് ഇതിൻ്റെ ഒരു കാരണമായിട്ട് കാണാറുണ്ട്. അതാണ് ഇതിൻ്റെ ലക്ഷണം മെയിനായിട്ട്. ഇനി അത് പ്രൈമറി ഈ പോളിസൈത്തീമിയ വീര ആണെങ്കിൽ അതിൻ്റെ ഒരു റിസ്ക് എന്ന് വെച്ചാൽ അത് ഒരുപാട് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ അത് വേറൊരു കണ്ടീഷനിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതാണ് ഡിഫറൻസ്. ഇതിനെന്താണ് ട്രീറ്റ്മെൻ്റ് ഉള്ളത്? ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി പോളിസൈത്തീമിയയുടെ മെയിൻ ട്രീറ്റ്മെൻറ്റ് ഹീമോഗ്ലോബിൻ കൺട്രോൾ ചെയ്തിട്ട് 14.5 താഴെ നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് റെക്കമെൻഡ് ചെയ്യുക ഈ നമ്മൾ ഫ്രീക്വൻ്റായിട്ട് റെഗുലറായിട്ട് ബ്ലഡ് എടുത്ത് കളയും. അതിനെ ഫ്ലബോട്ടമി എന്ന് പറയും. എക്സ്ട്രാ ഉള്ള നമ്മളിങ്ങനെ ബ്ലഡ് എടുത്ത് കളഞ്ഞിട്ട് ശരീരത്തിലുള്ള അയണിൻ്റെ അളവ് കുറയ്ക്കും. അപ്പോൾ ശരീരത്തിൽ രക്തം ഉണ്ടാവുന്നത് കുറയും. നമ്മൾ സാധാരണ വിളർച്ചയുള്ള ആൾക്കാർക്ക് രക്തം കുറയുന്നത് നമ്മൾ തിരിച്ച് ചെയ്യും. ഇവിടെ അയൺ എടുത്ത് കളഞ്ഞിട്ട് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. എന്നിട്ട് ഹീമോഗ്ലോബിൻ 14.5 താഴെ നിർത്തും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ആസ്പിരിൻ എന്ന് പറയുന്ന രക്തം കട്ടുപിടിക്കാതിരിക്കാനുള്ള ഗുളിക കഴിക്കും. ഇനി ഇങ്ങനെയുള്ള പേഷ്യൻസിൽ ഇങ്ങനെ സ്ട്രോക്കോ അല്ലെങ്കിൽ അങ്ങനെ ഹാർട്ട് അറ്റാക്കോ എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് ഈ ബ്ലഡിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനുള്ള വേറെ ഗുളികകളും തുടങ്ങാറുണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ നമസ്കാരം, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടറെ നമസ്കാരം. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. എന്റെ പേര് പോൾസൺ, എന്റെ വീട് കരിമാലൂരാണ്. അപ്പൊ സാർ, ഈ ബ്ലഡ് സംബന്ധമായിട്ട് ഇപ്പൊ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പലതാണല്ലോ. ഇപ്പൊ ബ്ലഡിന്റെ ഷുഗർ, അതേപോലെ കൊളസ്ട്രോള്. ഹലോ, പറഞ്ഞോളൂ. സാറേ, അപ്പൊ കൊളസ്ട്രോള് ഇത് മൂലമെല്ലാം കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യങ്ങളാണ് ഇപ്പൊ ജീവിതശൈലി രോഗങ്ങളിലെ. അപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ കൊളസ്ട്രോള് 285 അപ്പൊ ഞാനത് ഇപ്പോ നിലവിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടും അത് ഈ ചീത്ത കൊളസ്ട്രോൾ ആണ് കൂടി നിൽക്കുന്നത്. നല്ല കൊളസ്ട്രോള് 40-ഉം ചീത്ത കൊളസ്ട്രോള് കൂടുതൽ. അപ്പൊ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടത് സാർ? ആക്ച്വലി ഈ കൊളസ്ട്രോൾ കൂടുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജീവിതശൈലിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ്. അതിൻ്റെ ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ അതൊരു ബ്ലഡിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല. നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഇല്ല, ബ്ലഡ് പ്രഷർ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഡയബറ്റീസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സ്മോക്കർ അല്ലെങ്കിൽ നമുക്ക് ജീവിതശൈലി വ്യായാമങ്ങളിലൂടെ തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാം എന്നാണ് ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.
ഡോക്ടറെ തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ ഈ രണ്ട് വിഭാഗത്തിലും പെടാത്ത ഇപ്പോൾ അതിന് മുൻപായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ സാധാരണ ബ്ലഡ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം രക്തചംക്രമണം കൃത്യമായി നടക്കുകയും വീണ്ടും ആ ബ്ലഡ് വന്ന് നിറയുകയും ചെയ്യുന്നു, ആരോഗ്യം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞതനുസരിച്ച് ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്നു, അത് മാറ്റുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഇതേ അളവിൽ തന്നെ ബ്ലഡ് വരികയല്ലേ ചെയ്യുന്നത്? അതെങ്ങനെയായിരിക്കും അത് പരിഹരിക്കപ്പെടുക? അല്ല, നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻ്റായിട്ട് തുടർച്ചയായിട്ട് ഒരുപാട് 3 മാസം 4 മാസത്തിന് ഇടയ്ക്ക് ഡൊണേറ്റ് ചെയ്യപ്പെടുന്നില്ല. നമ്മൾ ഒരിക്കൽ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. അതിനിടയ്ക്ക് ശരീരം തന്നെ നഷ്ടപ്പെട്ട ബ്ലഡ് പ്രൊഡക്ഷൻ തിരിച്ച് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ശരീരത്തിനുണ്ട്. അപ്പോൾ ഇവർക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് എടുത്ത് കളയും. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് എടുത്ത് കളയും. നമ്മൾ സാധാരണ ഡൊണേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ തവണകളിൽ എടുത്ത് കളഞ്ഞ് ഹീമോഗ്ലോബിൻ കുറയ്ക്കുകയാണ് ചെയ്യുക. ഓക്കെ. ഡോക്ടർ, രക്താർബുദം മറ്റൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ ഈ രക്താർബുദം വരുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് രക്തത്തിന്റെ ഒരു? ഈ രക്താർബുദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും അതിനെ അക്യൂട്ട് ലുക്കീമിയ എന്ന് പറയാം, ക്രോണിക് ലുക്കീമിയ എന്ന് പറയാം. ഈ അക്യൂട്ട് ലുക്കീമിയാണ് നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന ഇങ്ങനെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസൻറ്റേഷൻ ഈ അക്യൂട്ട് ലുക്കീമിയാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അക്യൂട്ട് ലുക്കീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എളുപ്പം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു തരം ക്യാൻസറാണ്. അതായത് ക്യാൻസർ ശരീരത്തിലേക്ക് കയറി അക്യൂട്ട് ലുക്കീമിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു. പനി വരുന്നു, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്നു, ഇതുകൊണ്ടുള്ള പ്ലേറ്റ്ലെറ്റ് കുറയുന്നതുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുന്നു, അല്ലെങ്കിൽ ശരീരത്തിന് വേദനകൾ വരുന്നു. അങ്ങനെ കുറച്ച് ലക്ഷണങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിലെ ട്രീറ്റ്മെൻറ്റ് ഈ കാലഘട്ടത്തിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പ്രധാനമായിട്ടും അക്യൂട്ട് ലുക്കീമിയ നമുക്ക് ലിംഫോയിഡ് അക്യൂട്ട് ലുക്കീമിയ ALL എന്ന് പറയുന്ന ക്യാൻസറായി തിരിക്കാം, പിന്നെ മൈലോയിഡ് AML എന്ന് പറയുന്ന ക്യാൻസറായി തിരിക്കാം. ഈ ALL എന്ന് പറയുന്ന ക്യാൻസർ ചെറിയ കുട്ടികളിൽ 1 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയുള്ള ക്യാൻസർ, ALL എന്ന് പറയുന്ന ക്യാൻസറിൽ ഒരു 80-85% ഫുള്ളായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ക്യാൻസറാണ്. AML എന്ന് പറയുന്ന ക്യാൻസറിലും പലതരം, അതിനും പല ഉപവിഭാഗങ്ങളുണ്ട്. അതിലെയും ഈ പല വിഭാഗങ്ങൾക്കും വളരെ നല്ല ക്യൂർ റേറ്റ് ആണ്. നമ്മളൊരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുമ്പ് കണ്ട അതിനേക്കാളും വളരെ അഡ്വാൻസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ഇതിനിപ്പോൾ അവൈലബിൾ ആണ്. ഡോക്ടർ, ഇപ്പോൾ പ്ലേറ്റ്ലെറ്റുകളുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഡെങ്കിപ്പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഭയക്കുന്നത് ആ ഒരു കാര്യമാണ്, പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറഞ്ഞു എന്നുള്ളത്. പ്ലേറ്റ്ലെറ്റിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് നമ്മുടെ ശരീരത്തിൽ? പ്ലേറ്റ്ലെറ്റിൻ്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്തം ബ്ലീഡിങ് ഉണ്ടാവാതിരിക്കുക എന്നതാണ് ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ പ്രാധാന്യം. ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രധാനമായും തുടക്കത്തിൽ ആ ബ്ലീഡിങ്ങിനെ നിർത്തുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് പ്ലേറ്റ്ലെറ്റ്. അതാണ് പ്ലേറ്റ്ലെറ്റിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് ശരീരത്തിൽ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ ആ സ്ഥലത്ത് പോയിട്ട് ബ്ലീഡിങ്ങിനെ തടയുക. പിന്നെ അതിനുശേഷം വേറെ കുറേ പ്രോസസ്സുകൾ കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ വൈറൽ പനികൾ, ഏത് വൈറൽ പനിയിലും ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ പ്രൊഡക്ഷൻ കുറയാം. ബോൺ മാരോയിലെ പ്രൊഡക്ഷൻ കുറയാം, അല്ലെങ്കിൽ പുറത്ത് വന്ന് നശിച്ചു പോകുന്ന കണ്ടീഷനായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒരുപാട് താഴെ പോയില്ലെങ്കിൽ, അതായത് 20,000-ലും 10,000-ൽ താഴെ പോയില്ലെങ്കിൽ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ബ്ലീഡിങ് റിസ്ക് ഒന്നും അതിനില്ല. നമ്മൾ ഡെങ്കുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം, അനാവശ്യമായിട്ട് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ട കാര്യമില്ല. ബ്ലീഡിങ് ഇല്ലെങ്കിൽ, അതായത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നമുക്ക് പുറമേ കാണുന്ന ബ്ലീഡിംഗ് ആയിട്ട് രീതികളില്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ ബ്ലീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലേറ്റ്ലെറ്റ് കുറയുന്നതുകൊണ്ടുള്ള ബ്ലീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പല്ലുകളിലുള്ള ബ്ലീഡിങ്, തൊലികളിലുള്ള ചുവന്ന പാടുകൾ, അങ്ങനെ അല്ലെങ്കിൽ ഈ നമ്മളെവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഈ ചുവന്ന പാടുകൾ, അങ്ങനെയൊക്കെയാണ് കാണാറുള്ളത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ ബ്ലീഡിങ് നിൽക്കാത്ത ഒരു പ്രശ്നം പറഞ്ഞപ്പോഴാണ് ഹീമോഫീലിയയെ കുറിച്ചിട്ട്. അപ്പോൾ ഹീമോഫീലിയയിൽ എന്താണ് ആ രോഗികളുടെ ഒരു പ്രത്യേകത? ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം പ്ലേറ്റ്ലെറ്റ് വരുന്നു. അതിനുശേഷം ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ കൂടെ തന്നെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡിലുള്ള ഒരു കമ്പൗണ്ട് ഉണ്ട്. അത് ലിവറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഘടകങ്ങളാണ്. അത് ഈ മുറിവിനെ ബ്ലീഡിങ് നിൽക്കുന്നതിനെ കൂടുതൽ ബലപ്പെടുത്താൻ സഹായിക്കുന്നു. നാച്ചുറലായി സഹായിക്കുന്നു. അതാണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഈ ഹീമോഫീലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ 8 അല്ലെങ്കിൽ ഫാക്ടർ 9, ഇതിൻ്റെ കുറവ്, ജന്മന ഇതിൻ്റെ കുറവുള്ള ആൾക്കാരിൽ, അങ്ങനത്തെ ആൾക്കാരിലെ ബ്ലീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആയിരിക്കും. പ്ലേറ്റ്ലെറ്റ് കുറയുന്നതിനേക്കാളും കൂടുതലായിട്ട് ഈ മസിലിൻ്റെ ഉള്ളിലെ ബ്ലീഡിംഗ്, അല്ലെങ്കിൽ മുട്ടിലെ ജോയിൻറ്റുകളിലെ ബ്ലീഡിംഗ്, അങ്ങനത്തെ ബ്ലീഡിംഗ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അത് ജന്മന സീരിയസ്, അതിൽ ഹീമോഫീലിയയിലെ സിവിയർ ഹീമോഫീലിയ ആണെങ്കിൽ ജനിച്ച് കുറച്ച് നാൾക്കുള്ളിൽ തന്നെ ജോയിൻറ്റ് കാണാൻ തുടങ്ങും. അത് പെർമനൻ്റ് ആയിട്ട് ജോയിൻറ്റ് ഡാമേജ് വരാനും സാധ്യതയുണ്ട്. ഈ ബ്ലീഡിംഗ് തുടർച്ചയായിട്ട് ബ്ലീഡിംഗ് ജോയിൻ്റ് ഉള്ളിലേക്ക് വരുന്നതുകൊണ്ട് പെർമനൻ്റ് ആയിട്ട് ജോയിൻറ്റ് ഡാമേജ് വരാനും സാധ്യതയുണ്ട്. ഓക്കെ ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ, ലൈവിൽ ഒരു ഇടവേള കൂടി.
ഡോക്ടറെ തുടരുന്നു. ഡോക്ടർ, ഇപ്പം ലിംഫോമ എന്ന അസുഖം ഇങ്ങനെയുള്ളൊരു അസുഖം തന്നെയാണല്ലോ. അപ്പോൾ പലപ്പോഴും ലിംഫോമയാണെന്ന് പറയുമ്പോൾ പല സ്റ്റേജസ് ഉണ്ട്. ഇത് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റും എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഒരു അസുഖം? ലിംഫോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഈ ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ലുകളുടെ ഒരു ക്യാൻസറിനെയാണ് ലിംഫോമ എന്ന് പറയുന്നത്. അത് ബി ലിംഫോസൈറ്റ്സിൻ്റെ ക്യാൻസർ ഉണ്ടാവാം, ടി ലിംഫോസൈറ്റ്സിൻ്റെ ക്യാൻസർ ഉണ്ടാവാം. ഈ ബി ലിംഫോസൈറ്റ്സിൻ്റെ ക്യാൻസർ, ഈ ലിംഫോമ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അത് ലക്ഷണങ്ങളനുസരിച്ചും ഈ ലിംഫ് നോഡിൻ്റെ ക്രമീകരണത്തിനനുസരിച്ചും ഒരുപാട് ടൈപ്പ് ക്യാൻസറുകളുണ്ട്. കോമൺ ആയിട്ട് സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്നത് ക്രോണിക് ലിംഫോസൈറ്റ് ലുക്കീമിയ എന്ന് പറയുന്ന ഒരു ലിംഫോമയാണ് ഉള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിൽ കഴലകൾ, നമ്മുടെ ശരീരത്തിലെ കഴലകൾ വലുതാവും. കഴലകൾ പക്ഷേ വേദനയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറേ കാലം ഇങ്ങനെ കഴലകൾ ഉണ്ടാവും. പിന്നെ ബ്ലഡിലെ കൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരിക ലക്ഷണങ്ങൾക്ക് അനുസരിച്ചാണ്. അതായത് പേഷ്യൻറ്റിന് ഈ ലിംഫോമ കാരണം പനി വരുന്നു, വിട്ടുമാറാത്ത പനി വരുന്നു, അല്ലെങ്കിൽ വെയിറ്റ് ഒരുപാട് കുറയുന്നു, അല്ലെങ്കിൽ ലിംഫ് നോഡിൻ്റെ സൈസ് ഒരുപാട് കൂടുന്നു, അല്ലെങ്കിൽ ശരീരത്തിൽ ഹീമോഗ്ലോബിനും പ്ലേറ്റ്ലെറ്റ് കുറയുന്നു. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ മാത്രമേ അതിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടൂ. അല്ലെങ്കിൽ അത് ചിലപ്പോൾ കുറേ കാലം 10 വർഷം 12 വർഷമൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് അത് സ്റ്റേജ് മാറാതെ തന്നെ നിൽക്കാറുണ്ട്. പിന്നെ വേറൊരു കോമൺ ആയിട്ടുള്ളൊരു ലിംഫോമയാണ് ഡിഫ്യൂസ് ലാർജ് ബി സെൽ ലിംഫോമ എന്ന് പറയുന്ന DLBCL എന്ന് പറഞ്ഞ ലിംഫോമ. അതാണെങ്കിൽ വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഒരുപാട് ശരീരത്തിൽ ഒരുപാട് കഴലകൾ കാണുന്നു, പനി വരുന്നു, വെയിറ്റ് കുറയുന്നു. അങ്ങനത്തെ ലിംഫോമകൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രായത്തിനനുസരിച്ചാണ്. ഓരോ ഏജിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. എത്ര സ്റ്റേജ്, ഏത് ലെവൽ വരെ ലിംഫ് നോട്ട്സ് വലുതായിട്ടുണ്ടെന്ന് നോക്കണം. പിന്നെ LDH എന്ന് പറയുന്ന ഒരു ഘടകം അത് കൂടിയിട്ടുണ്ടോ നോക്കണം. പിന്നെ പ്രായം. ഈ 3 കാര്യങ്ങൾ വെച്ച് ഡിസൈഡ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം ക്യൂർ വരാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും. എന്നിട്ട് അത് ഇപ്പോഴത്തെ കറണ്ട് ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് ഒരു ഒട്ടുമിക്ക ലിംഫോമകളും, ഞാനീ പറഞ്ഞ ലിംഫോമകളെല്ലാം തന്നെ ക്യൂർ റേറ്റ് ഉള്ളതാണ്. നന്നായിട്ട് ക്യൂർ ആവും. അത് പിന്നെ തിരിച്ചു വരാതിരിക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റുകളും ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ ലുക്കീമിയയുടെ ഒരു ഇത് മുൻപൊക്കെ, ഇപ്പോൾ അങ്ങനെ ആരും പറഞ്ഞു കേൾക്കുന്നില്ല, ഓരോ ഇതൊന്നും ഇങ്ങനെ ബ്ലഡ് വരുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ളൊരു ചർച്ചകളൊന്നും ആരും പറഞ്ഞു കേൾക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അഡ്വാൻസ്മെൻ്റ് ആണോ ഇതിൻ്റെ ഒരു? തീർച്ചയായും. ലുക്കീമിയയിൽ ബ്ലീഡിങ് വരുന്നത് പ്രധാനമായിട്ടും പ്ലേറ്റ്ലെറ്റ് കുറയുന്നതുകൊണ്ടാണ് ബ്ലീഡിങ് വരുന്നത്. പ്ലേറ്റ്ലെറ്റ് കുറയുന്നതും അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ബ്ലീഡിങ് വരുന്നത്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ലുക്കീമിയ മനസ്സിലാക്കുന്നു, അതിനുള്ള പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ബ്ലീഡിങ് ആയിട്ട് അങ്ങനെ അധികം കാണാത്തത്. മറ്റൊന്ന് സ്റ്റെം സെൽസിനെ കുറിച്ചിട്ടൊന്ന് പറയൂ ഡോക്ടർ, ആ ഒരു ചികിത്സാ വിധിയും എങ്ങനെയാണെന്ന്? ഈ മൂലകോശ ചികിത്സ അല്ലെങ്കിൽ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിലെ ഹെമറ്റോളജി വിഭാഗത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അതിനെ നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് തിരിക്കാം. അതായത് സ്വന്തം മൂലകോശങ്ങൾ, ഓട്ടോലോഗസ് സ്റ്റെം സെൽ എന്ന് പറയുന്ന സ്വന്തം മൂലകോശങ്ങൾ എടുത്ത് ചികിത്സിക്കുന്ന രീതികളുണ്ട്. പിന്നെ വേറൊരാളുടെ മൂലകോശം പേഷ്യൻറ്റിന് കൊടുക്കുന്ന രീതിയുണ്ട്. അതിനെ അലോജനിക് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നു. ഈ ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റ്, അതായത് സ്വന്തം മൂലകോശം എടുത്തുള്ള ചികിത്സ പ്രധാനമായിട്ടും ഈ ലിംഫോമ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കാറുള്ളത്. അത് ബേസിക്കലി നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ലിംഫോമയുടെയോ മൈലോമയുടെയോ കീമോ മരുന്നുകൾ കഴിഞ്ഞ് പേഷ്യൻറ്റിൻ്റെ ക്യാൻസർ കുറച്ചതിന് ശേഷം നമ്മൾ ഇനി ബാക്കി ശരീരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ക്യാൻസറിനെ നശിപ്പിക്കാനുള്ള ഒരു രീതിയാണ്. ഒരു ഹൈ ഡോസിൽ മരുന്നുകൾ കൊടുത്തിട്ട്, കീമോ മരുന്നുകൾ കൊടുത്തതിന് ശേഷം ഈ പേഷ്യൻ്റെ തന്നെ മൂലകോശങ്ങളെ എടുത്ത് തിരിച്ച് പേഷ്യൻറ്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ പേഷ്യൻറ്റിൽ അത് തിരിച്ച് രണ്ടാമത് അത് പോയിട്ട് പുതുതായിട്ട് ബ്ലഡ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അതിനെയാണ് ഈ ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. അലോജനിക് ട്രാൻസ്പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ബ്ലഡ് ക്യാൻസറുകളിൽ നമ്മുടെ AML അല്ലെങ്കിൽ പല ALL ക്യാൻസർ, അങ്ങനെ ക്യാൻസറുകളിലാണ് ഈ അലോജനിക് ട്രാൻസ്പ്ലാന്റ് ഉപയോഗിക്കുന്നത്. അതിൽ വേറൊരു വ്യക്തിയുടെ മൂലകോശങ്ങൾ ഈ പേഷ്യൻറ്റിനെ കൊടുക്കുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന വ്യക്തിയുടെ, അത് ഡോണറിൻ്റെ ബ്ലഡ് സെൽസ് ബ്ലഡിൽ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അത് രണ്ടാമത് ക്യാൻസർ വരുന്നതിനെ തടയുന്നു. ഈ പേഷ്യൻറ്റിൻ്റെ ഉള്ളിൽ രണ്ടാമത് ഇതേ ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ അലോജനിക് ട്രാൻസ്പ്ലാന്റിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഡോക്ടർ, എങ്ങനെയാണ് ഇത് മറ്റൊരാളുടെ മൂലകോശം എടുക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള? മറ്റൊരാളുടെ മൂലകോശം എടുക്കുന്നത് പ്രധാനമായിട്ടും ഒരു സർജറി ഒന്നും അതിലില്ല. അത് പ്രധാനമായിട്ടും ബ്ലഡിലൂടെയാണ് എടുക്കുക. നമ്മൾ ഈ ഡോണറുടെ, അത് ചിലപ്പോൾ സഹോദരനാവാം, ചിലപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള ആളായിരിക്കില്ല, ചിലപ്പോൾ ഫാദറിൻ്റെ, അതായത് പകുതി മാച്ച് ഹാപ്ലോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഫാദറോ മദറിൻ്റെ ട്രാൻസ്പ്ലാന്റ് എടുക്കാം. അപ്പോൾ ഇവരുടെ നിന്ന് മൂലകോശങ്ങൾ എടുക്കുന്നത് പ്രധാനമായിട്ടും ഈ ബ്ലഡിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുക. അതിൽ നമ്മൾ ഈ മൂലകോശങ്ങൾ ബ്ലഡിലേക്ക് വരാനുള്ള ഇഞ്ചക്ഷനുകൾ കൊടുത്തിട്ട് മൂലകോശങ്ങൾ ബ്ലഡിലേക്ക് വന്നതിന് ശേഷം അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അതൊരു ബ്ലഡ് ഡൊണേഷൻ മാതിരി തന്നെയുള്ള ഒരു പ്രോസസ്സാണ്. അല്ലാതെ ഒരു വലിയ സർജറിയോ അങ്ങനെ ഒരു നമുക്ക് ജീവന് ഭീഷണിയായിട്ടുള്ള ഒരു കണ്ടീഷനൊന്നും അല്ല. എക്സ്പെൻസീവ് ആണോ ഇത്?
മൂലകോശ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ആയിരിക്കും. നമ്മൾ ഈ ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ സഹോദരൻ നമ്മുടെ ബ്രദർ സിസ്റ്റേഴ്സിനായിട്ട് മാച്ചുള്ള ട്രാൻസ്പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് കുറവായിരിക്കും. പക്ഷേ അല്ല വേറൊരു മാച്ചുള്ള ട്രാൻസ്പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടുതലാകുന്നതുകൊണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് കൂടാറുണ്ട്. മറ്റൊന്ന് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് നടത്താറുണ്ടല്ലോ. അപ്പോൾ അത് ഏത് തരം പ്രശ്നങ്ങൾക്കാണ് ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരുന്നത്? നമ്മൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് ഇപ്പോൾ ജനറലായിട്ട് പറയുന്നതെല്ലാം ഈ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബോൺ മാരോയിൽ നിന്ന് എടുക്കുന്നത് സ്റ്റെം സെൽ എടുക്കുന്നത് വെച്ചാൽ ബോൺ മാരോ നമ്മുടെ മൂലകോശങ്ങൾ ബോൺ മാരോയിൽ നിന്ന് എടുക്കുന്ന രീതിയാണ് പറയുന്നത്. അത് ചെറിയ കുട്ടികളിലുള്ള ട്രാൻസ്പ്ലാന്റ്, തലസീമിയ ട്രാൻസ്പ്ലാന്റ്, അങ്ങനെ കുറച്ച് അസുഖങ്ങൾക്കാണ് ഈ ബോൺ മാരോ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ കണ്ടീഷനുകളിലും പെരിഫറൽ ബ്ലഡ് ഈ നമ്മുടെ ബ്ലഡിൽ നിന്നുള്ള മൂലകോശങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പം ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണല്ലോ നമ്മളിന്ന് സംസാരിച്ചത്. അപ്പോൾ പലപ്പോഴും ഇത്തരം അസുഖങ്ങളെ കുറിച്ചിട്ട് പൊതുവേ ആരും അങ്ങനെ ചർച്ച ചെയ്യാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഒരു അവയർനെസ്സിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് കൃത്യമായ ചികിത്സയുണ്ട് അല്ലേ? എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടതിൻ്റെ, ചികിത്സിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യത്തിനെ കുറിച്ചൊരു സന്ദേശം കൊടുത്തിട്ട് നമുക്ക് നിർത്താം. പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ബ്ലഡ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ബ്ലഡ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ സമയത്തിനെ അനുബന്ധിച്ചിരിക്കുന്നു. അസുഖം മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് വൈകുന്നതനുസരിച്ച് ഒരുപാട് കോംപ്ലിക്കേഷൻസ്, അത് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ ഒരു കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ചികിത്സ എത്രയും നേരത്തെ തുടങ്ങാൻ പറ്റുന്നത് പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം വളരെ നല്ലതാണ്. പല ലക്ഷണങ്ങളെയും നമ്മൾ അവഗണിച്ച് കളയാതെ കൃത്യമായിട്ട് ചികിത്സ തേടുക എന്നുള്ളത് തന്നെയാണ് അല്ലേ ഡോക്ടർ? തീർച്ചയായും ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയോട് അവസാനിച്ചിരിക്കുകയാണ്. നന്ദി ഞങ്ങളോട് സഹകരിച്ചു. താങ്ക് യു. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.